ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് മംഗല്യം തന്നുലാനേന എന്ന സീരിയലിൻ്റെ ഒരു അടിപൊളി അപ്കമിങ് ഭാഗമാണ് കേട്ടോ. നോക്കാം. അതായത് നമ്മുടെ ഗൗതം CKCക്ക് ഇട്ട് അടുത്തൊരു 8ൻ്റെ പണി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ തലേ ദിവസം നിധിയുടെ അടുത്ത് ഗൗതം പറയുന്നുണ്ട് കേട്ടോ, അമ്പലത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം, ഞാൻ നാളേക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പുതിയ ബിസിനസ്സാണ്, അതെന്താണെന്ന് ചോദിക്കണ്ടേ. അപ്പോൾ പറയുന്നുണ്ട് അത് നടന്നു കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗൗതം ഒരു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ചോദിച്ച ഈ വിലയ്ക്ക് ഈ കമ്പനി എനിക്ക് തന്ന നഷ്ടത്തിലാണ്. കാരണം ഈ 10 കോടി എന്ന് പറഞ്ഞാൽ ആ ഒരു 10 കോടിക്ക് ഇത്രയും വലിയൊരു ബിസിനസ്, ഇത്രയും വലിയൊരു സ്ഥാപനം, പിന്നെ ഇത്രയും വെഹിക്കിളും എല്ലാം കൂടിയിട്ട് തരാൻ നഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം സംസാരിക്കുന്നുണ്ട്, അതിനെന്താ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ചോദിച്ച 15 കോടിക്ക് ഞാനിത് മേടിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആഹാ, സത്യമാണ് ഗൗതം, വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ പേപ്പറൊക്കെ റെഡിയാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് കേട്ടോ, പേപ്പറൊക്കെ റെഡിയാക്കാൻ ഇപ്പോൾ നല്ല സമയമൊക്കെ കഴിയും, ആദ്യം ചെക്ക് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്ക് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, ഇത് മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഇവർ ഡീൽ ചെയ്തിരിക്കണതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ CKCയുടെ വരവ് കേട്ടോ. CKC ഓടി പടഞ്ഞ് വരുന്നുണ്ട് അവിടേക്ക്. എന്നിട്ട് ഈ ചെക്ക് മേടിക്കണതിൻ്റെ ഇടയ്ക്ക് CKC ഇടങ്കോലിടുന്നുണ്ട് കേട്ടോ. CKC പറയുന്നുണ്ട്, നിർത്ത്, നിങ്ങൾ എന്തും മര്യാദക്കടെ ചന്ദ്രശേഖർ കാണിക്കണം, നിങ്ങൾ ഞാനായിട്ട് വില പേശി ഉറപ്പിച്ച കമ്പനി ഇപ്പോൾ മറ്റുള്ളവർക്ക് വിൽക്കാൻ നോക്കുന്നു നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രശേഖർ പറയുന്നുണ്ട്, അത് ഇതേ താങ്കൾ പറഞ്ഞേക്കാളും താങ്കൾ 11 കോടിക്കല്ലേ പറഞ്ഞത്, അപ്പോൾ ഇദ്ദേഹം ഗൗതം ഇത് 15 കോടിക്കാണ് പറയണത്, അപ്പോൾ എനിക്ക് ലാഭം കിട്ടുന്നിടത്തല്ലേ ഞാൻ നോക്കുള്ളൂ, അതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേഷ്യത്തിൽ CKC പറയുന്നുണ്ട് കേട്ടോ, ഇതേ ഗൗതം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഞാൻ വിലപേശി വെച്ച കമ്പനിയാണ്, വെറുതെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ബ്ലോക്ക് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചവർക്ക് ഇദ്ദേഹം അതേ കമ്പനി തരാമെന്ന് തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഈ കമ്പനി എനിക്ക് സ്വന്തം, നിങ്ങളാദ്യം പുറത്തേക്ക് പോകുമോ. CKC പറയുന്നത്, ഗൗതം കളിക്കാൻ നിൽക്കരുത്, ഞാൻ എൻ്റെ ഒരു വിലയ്ക്ക് കമ്പനി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, നീ വെറുതെ പ്രസിഡൻ്റ് ആക്കാതെ പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കേണ്ട പോയില്ലെങ്കിൽ എന്ത് ചെയ്യും. ഗൗതം ചിരിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, അതിപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളല്ലേ വന്ന് ഇടങ്കോലിടാറ്, ഈ പ്രാവശ്യം ഇത് എൻ്റെ കൂടാണ്, അതുകൊണ്ട് ഈ ബിസിനസ് ഞാൻ സ്വന്തമാക്കി, തൽക്കാലം നിങ്ങളിപ്പോൾ ഇത് ഉപേക്ഷിച്ച് പോക്കോ. ഒന്ന് മൈൻഡ് ചെയ്യാത്ത പോലെ ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറയുന്നത്, എന്താ സാർ ഇത് ചെക്ക് മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മേടിക്കരുത് എന്ന് പറയുന്നത് CKC. അപ്പോൾ ചന്ദ്രശേഖർ മേടിക്കാൻ പോകും, മേടിക്കരുത് എന്നല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേഷ്യം കൊണ്ട് CKC പറയുന്നുണ്ട്, ഗൗതം 15 കോടി എന്നല്ലേ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് 16, നിങ്ങൾക്ക് 16 കോടി തരാം, കമ്പനി എനിക്ക് താന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഒന്ന് ശങ്കിച്ചു കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്, മറ്റേ ഓണറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ CKC വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് മേടിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെക്ക് നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രശേഖർ പറയുന്നുണ്ട്, അല്ല എനിക്ക് എമൗണ്ട് കുറച്ച് കൂടുതൽ ഏതാ കിട്ടാച്ചാൽ അതല്ലേ നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKC ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയും, സാർ ഇത് അന്യായമാണ് കേട്ടോ, നമ്മൾ സംസാരിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ്, അതിനപ്പുറം അപ്പുറത്തേക്ക് വാക്ക് മാറിയത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖർ പറയുന്നുണ്ട്, എന്താ ഗൗതം ഈ കാലത്ത് കഴിഞ്ഞ് വാക്ക് നാക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എമൗണ്ട് അല്ലേ മുഖ്യം, നിങ്ങളെക്കാളും കൂടുതൽ 1 കോടി കൂടുതൽ CKC തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിന്നെ എനിക്കതല്ലേ ലാഭം. CKC പറയണ്ടേട്ടാ, ഗൗതം നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, ബിസിനസ്സിൽ നിനക്ക് അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാനെന്നുള്ളത്, നീ എനിക്ക് വെറും ശിശു, വെറും കുട്ടിയാണ്, നീ പോയിട്ട് വല്ല പഴയ ബിൽഡിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ദേഷ്യം വരുന്നിട്ട് അത് മൈൻഡ് ചെയ്യാണ്ട് ചന്ദ്രശേഖരൻ്റെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്രശേഖർ ഞാനൊരു 17 കോടി തരാം, അപ്പോൾ ഓക്കെയാണ് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു കോടി അധികം, പിന്നെ എന്താ സാർ ഡബിൾ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKC പറയുന്നത്, ഇതെന്താടോ ഇത്. ഗൗതം പറയുന്നുണ്ട്, വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഇന്ന് ഈ കമ്പനി ഞാൻ മേടിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പടിയാണ്, അങ്ങനെയാണല്ലേ, എന്നാൽ കാണിച്ചു തരാം, എടോ ഞാൻ 18 കോടി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖർ ഭയങ്കര സന്തോഷം, ആഹാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് 19 കോടി. അപ്പോൾ അങ്ങനെ CKC അത് 20 കോടിയാക്കി, അങ്ങനെ ലേലം വിളിക്കുന്ന പോലെ കൂട്ടി പോവാണ് കേട്ടോ. CKC പറയുന്നുണ്ട്, നീ ഇത്രയ്ക്കും വില പേശണമെങ്കിൽ ഈ കമ്പനിയുടെ മതി പോലെ എത്രയുണ്ട് ഇതിൻ്റെ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനി ഞാനിത് വിടാൻ പോകില്ലേ, നോക്കാലോ, നീയോ ഞാനൊന്ന് നോക്കാലോ എന്ന് പറയുന്നുണ്ട് CKC ഗൗതമിൻ്റെ അടുത്ത്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാൻ 20 കോടി 10 ലക്ഷം തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKC ചിരിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, എന്താ ഗൗതം ഇതിപ്പോൾ കോടികളൊക്കെ വിട്ടിട്ട് നീ ലക്ഷത്തിലേക്ക് തിരിച്ചു വന്നോ, ഇപ്പം ഞാൻ ചെയ്യാൻ പോണ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, 21 കോടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും 21 കോടി 10 ലക്ഷം നമ്മുടെ ഗൗതം വിളിച്ചു പറഞ്ഞു. അപ്പോൾ CKC ഞങ്ങളുടെ ദേഷ്യം വന്നു കേട്ടോ. CKC പറയണ്ട, എന്നാൽ നോക്കിക്കോ ചന്ദ്രശേഖരെ, 25 കോടി റൗണ്ടായിട്ട് പറയാം, മതിയാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടി ഗൗതം സ്റ്റെക്കായി പോലെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്രശേഖർ പറയുന്നുണ്ട്, അയാളുടെ കണ്ണൊക്കെ ആകെ തള്ളിപ്പോയി. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഗൗതം ഒന്നും പറയണില്ലേ, 25 കോടിക്ക് അപ്പുറമായിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം ഒന്നും മിണ്ടണില്ലേ. ഇപ്പോൾ CKC പറയുന്നുണ്ട് കേട്ടോ, അവൻ്റെ കപ്പാസിറ്റിയൊക്കെ അത്രയേ ഉള്ളൂ, നിങ്ങളത് വിട്, നിങ്ങൾ പേപ്പറൊക്കെ റെഡിയാക്കുക, എൻ്റെ പേരിൽ കമ്പനി എഴുതുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട് ഗൗതമിൻ്റെ അടുത്ത്, എന്താ ഗൗതം എന്നാൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയും, സോറി ഞാൻ ഇതൊന്ന് പിൻവാങ്ങുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
കെ സി ഭയങ്കര കയ്യടിയും ചിരിയാണ് കേട്ടോ. പറയുന്നുണ്ട് സി കെ സിയുടെ മുമ്പിൽ തോറ്റു എന്ന് അങ്ങോട്ട് സമ്മതിക്കൂതം എന്ന് പറഞ്ഞിട്ട് കയ്യടിച്ച് ചിരിക്കുകയാണ് കേട്ടോ. ഗൗതം അങ്ങനെ ദേഷ്യം അങ്ങനെ വന്ന് കടിച്ചമർത്തി നിൽക്കുകയാണേ. ചോദിക്കണ്ട നീ ആരോടെ കളിക്കണേന്ന് മനസ്സിലായി, കണ്ടില്ലേ എൻ്റെ കഴിവ് കണ്ടില്ലേ, ഇതൊക്കെ വേറെ ആരംഭമാണ് കണ്ടോ, ഇനി മുതൽ നിന്നെ കൊണ്ട് ഒരു കമ്പനിയും ഞാൻ മേടിപ്പിക്കില്ല. എന്നിട്ട് എപ്പോഴും പറയണ പോലെ പറയണ്ടേട്ടാ, നീ ഇനി വെറും ഡമ്മിയ ഗൗതം, ഞാനാണ് ഇനി നമ്പർ 1 ബിസിനസ്മാൻ ആവാൻ പോണേ, നീ കണ്ടോ, ഈ വർഷത്തെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ഞാൻ തന്നെ മേടിക്കുന്നു പറയണ്ടേട്ടാ. അപ്പോൾ ഗൗതം അങ്ങനെ തിരിഞ്ഞു നോക്കി പറഞ്ഞിട്ട് ദേഷ്യത്തിൽ നോക്കണ്ടേട്ടാ. എന്താട്ടാ ദേഷ്യപ്പെടണേ, നിനക്ക് ഇതേപോലെ ഞാൻ തോൽവികൾ തന്നുകൊണ്ടേയിരിക്കും, എന്നിട്ട് നിന്നെ വീട്ടിലിരുത്തു ഞാൻ. അതിനുശേഷം നിൻ്റെ ഭാര്യ നിധി, അവൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്കുള്ള ആവശ്യമുള്ളൊരു സാധനം അവൾ എടുത്ത് വെച്ചിട്ട് അവൾ കിടന്ന് കളിക്കാൻ നിൽക്കുകയാണ്, അവൾക്കുള്ള പണിയെടുത്ത് ഞാൻ കൊടുത്തോളാം. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റേ ചന്ദ്രശേഖർ പറയണ്ടേട്ടാ, ശരി CKC എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ നടത്താം, പൈസ കിട്ടി കഴിഞ്ഞാൽ ഉടനെ ഡോക്യുമെൻറ്റേഷൻ നടത്താമെന്ന് പറയണ്ടേട്ടാ. എത്രയും പെട്ടെന്ന് ഡീൽ നടത്തിയെങ്കിൽ താൻ ഇതിലും കൂടുതൽ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ താൻ വാക്ക് മാറും, അതുകൊണ്ട് തൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്താൽ ഞാൻ എത്രയും പെട്ടെന്ന് അക്കൗണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പൈസ ഇട്ട് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. CKC ഇതിനിടയ്ക്ക് ഗൗതമൻ നോക്കിയാൽ പൂച്ചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം നമ്മുടെ മട്ടൻ CKC എന്ത് ചെയ്തു, അത് നേരെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസ് നേരെ ഓഫീസിലേക്ക് അക്കൗണ്ടൻറ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഞാനൊരു ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്, അതിലേക്ക് വേഗം 25 കോടി ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് CKC പറയുന്നുണ്ട് ചന്ദ്രൻ്റെ അടുത്ത്, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി ഒപ്പം വരും, നിങ്ങൾക്ക് മൊബൈലിലേക്ക് മെസ്സേജ് വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രശേഖർ, വരട്ടെ നോക്കാമെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ പാവമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഗൗതമിനെ നോക്കി പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് CKC. അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് വരുന്ന ട്യൂണ് കേട്ടു കേട്ടോ. ശബ്ദം കേട്ടപ്പോൾ CKC ചോദിക്കുന്നുണ്ട് ചന്ദ്രശേഖരൻ്റെ അടുത്ത്, വന്നോ, എന്താ ഈ മെസ്സേജ് വന്നോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ഇല്ല മെസ്സേജ് എനിക്ക് വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജിൻ്റെ ശബ്ദം കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ CKC. അവിടെയാണ് കേട്ടോ ട്വിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അതെൻ്റെ മൊബൈലാണ് CKC എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിളി പോയി നിൽക്കുന്നുണ്ട് നമ്മുടെ CKC ട്ടാ, നിൻ്റെ മൊബൈലാ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴേക്കും പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കുന്നുണ്ട് നമ്മുടെ ഗൗതം. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ചിരിച്ചിട്ട് പറയണ്ട, 25 കോടി ക്രെഡിറ്റ് ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, ശരിയല്ലേ നോക്കി നോക്ക് എന്നും പറഞ്ഞിട്ട് CKCക്ക് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിൻ്റെ മൊബൈലിലേക്ക് എങ്ങനെ മെസ്സേജ് വരണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രശേഖരൻ നോക്കി അങ്ങോട്ട് മാറിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പണിട്ടാൽ പിന്നെ എനിക്കല്ലേ മെസ്സേജ് വരിക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് നിൻ്റെ അക്കൗണ്ടാ, എന്താ ചന്ദ്രശേഖരൻ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അതെ സർ, ഞാൻ കൊടുത്തത് ഗൗതമിൻ്റെ അക്കൗണ്ടാണ്, താൻ എന്ത് പണി കാണിക്കുക, താൻ എന്താ കളിക്കാൻ നിൽക്കുക, താൻ എന്തിനാ അവൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തതെന്ന് വെച്ചിട്ട് പൂര ബഹളമായിട്ട് നമ്മുടെ CKC. അപ്പോൾ ഗൗതം ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ കമ്പനിക്ക് വരേണ്ട പൈസയല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ അക്കൗണ്ടല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കണ CKC അടുത്ത് ചോദിക്കേണ്ടത്, എന്തേ മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ തല്ലുകൂടി മേടിച്ചില്ലേ ഈ കമ്പനി, ഇതെൻ്റെ സിസ്റ്റർ കൺസേൺ ആണ്, ഞാനിനി ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKC പറയണ്ടേ, എന്താ നീ പറയണേ, എന്തേ ഞെട്ടിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗൗതം ചോദിക്കുന്നുണ്ട്, എൻ്റെ ബിസിനസ് രഹസ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ എന്താ, ഞാൻ എന്താ പൊട്ടനാ, ഈ കമ്പനി എൻ്റെ തന്നെയാണ്, ഇദ്ദേഹം ഉണ്ടല്ലോ ഇദ്ദേഹം ഇതിൻ്റെ ഇൻചാർജ് മാത്രമാണ്, ഇത് കുറച്ച് നാളായിട്ട് നഷ്ടത്തിലാണ്, എന്താ പിന്നെ ഇത് വിറ്റ് കളയാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു 10 കോടിക്കും മുകളിൽ ആരും വില കാണുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തന്നിയത്, അന്ന് അനാഥാലയം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നടന്നതല്ലേ, അതിനൊക്കെ തടസ്സം വെച്ച് നിങ്ങളാണ്, ഇന്ന് കുറേ ഞങ്ങളെ ടെൻഷനാക്കിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ചേർത്ത് വെച്ചിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് നല്ലൊരു പണി തരണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കറക്റ്റായിട്ടുള്ള അവസരം എപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇതിലെന്തായാലും താൻ വീഴുന്നത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ വിട്ടത്. ഇതിൻ്റെ എല്ലാം പ്ലാൻ ഞാനായിരുന്നു, ഞാൻ വിചാരിച്ച പോലെ ഞാൻ വിരിച്ച വലയിൽ നിങ്ങൾ വീഴും ചെയ്തു. ഞാൻ എന്തെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ചാൽ താങ്കൾ എന്തായാലും താൻ വന്നിട്ട് എന്തായാലും അതിൽ ഇടങ്കോലിടും. അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് തന്നെ വശത്താക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ 10 കോടി പോലും വിലയില്ലാത്ത ഈ കമ്പനീനെ 25 കോടി കൊടുത്ത് മേടിക്കണ ഒരേ ഒരു ബുദ്ധിയില്ലാത്തവൻ താൻ തന്നെ ആയിരിക്കും. തനിക്കിപ്പോൾ 15 കോടി രൂപ നഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൗതം. ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഗൗതമിൻ്റെ അടുത്തൊക്കെ ഒന്ന് കളിക്കുമ്പോൾ ആ പ്ലാനിലൊക്കെ ഒന്ന് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ CKC എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. CKC എന്താ പറയണമെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഇനിമേലാൽ എൻ്റെ വഴിക്ക് എന്തെങ്കിലും തടസ്സമാവാതെ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഓരോ പണികൾ തന്നിട്ട് നിങ്ങൾ നടുത്തെരുവിൽ ഞാൻ നിർത്തും. അപ്പോൾ CKCക്ക് ദേഷ്യം വന്നിട്ട് ഗൗതമിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗതം എല്ലാം കൈ പിടിച്ചിട്ട് പറയും, കൂൾ എത്രയും പെട്ടെന്ന് ഡോക്യുമെൻറ്റിലൊക്കെ സൈൻ ചെയ്തിട്ട് കമ്പനി മേടിക്കാൻ നോക്ക്. ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അപ്പാണ് എൻ്റെ അക്കൗണ്ടിലെത്തി, ഇനിയിപ്പോൾ നിങ്ങളെ കൊണ്ട് അത് എന്തായാലും തിരിച്ചു മേടിക്കാനൊന്നും പോണില്ല, വേഗം സൈൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 കോടി രൂപയുടെ കമ്പനിയിലും കിട്ടും, ഇല്ലെങ്കിൽ പിന്നെ മൊത്തം ലോസായിരിക്കും. അപ്പോഴേക്കും ചന്ദ്രശേഖർ ഇതെടുത്ത് കൊടുക്കണം കേട്ടോ, ഡോക്യുമെൻ്റ് എടുത്ത് കൊടുക്കണം. അപ്പോൾ CKC ഞെട്ടിയിട്ട് നോക്കണം ഇത്ര പെട്ടെന്ന് ഡോക്യുമെൻറ്റ് ശരിയാവുന്നുള്ളതിൽ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഗൗതമിന് ഉറപ്പായിരുന്നു നിങ്ങൾ എന്തായാലും വരും ഇത് മേടിക്കുന്നുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാക്കി വെച്ചിരിക്കുന്നത്, വെറുതെ സൈൻ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഗൗതമിനെ നോക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സൈൻ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പേനൊക്കെ ഒരൊറ്റ കയറിയുണ്ട് വലിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഗൗതം ചിരിച്ചിട്ട് ചോദിക്കേണ്ടത്, എന്താ പറഞ്ഞത്, ബിസിനസ്സിൽ നിങ്ങളാണ് എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മനസ്സിലായില്ലേ, ആരാ അച്ഛൻ ആരാ മകൻ എന്നൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മണ്ട CKCനെ വീണ്ടും പറ്റിച്ചു. അപ്പോൾ ഓക്കെ, ഇതേപോലെ അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.